നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ തെറ്റായ വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ, ആശയത്തെ വികൃതമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയെ തിരുത്തുക ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് സൃഷ്ടിപരമായതും പൊരുത്തത്തോടു കൂടിയതുമായ വിവരങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ശരിയായ മാർഗം. ഇവയെ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നതിനാൽ ഉപബോധ മനസ്സ് അവയെ സ്വീകരിക്കുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് ആരോഗ്യപരമായ സ്വഭാവത്തോടു കൂടിയ ചിന്തയെയും ജീവിതത്തെയും രൂപീകരിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ആജ്ഞ നൽകുമ്പോൾ വളരെ ശ്രദ്ധാലുവാകണം. രോഗമുക്തി വരിക, അനുഗ്രഹിക്കുക, അഭിവൃദ്ധി ഉണ്ടാക്കുക, പ്രേരണ നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിരിക്കണം ഉപബോധ മനസ്സിനെ സമീപിക്കേണ്ടത്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾ പറയുന്ന വാക്കു സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആ വാക്കുകൾക്ക് പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യത്തെ കൊണ്ടെത്തിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.